എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഓണം സ്പെഷ്യൽ വിഭവമാണ്. ഒരു സദ്യ സൈഡ് ഡിഷായ കുറുക്ക് കാളനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കുറുക്ക് കാളൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സദ്യ സ്പെഷ്യൽ കാളൻ തയ്യാറാക്കാനായിട്ട് ഏകദേശം 250 ഗ്രാം തൂക്കം വരുന്ന 2 നേന്ത്രക്കായും 200 ഗ്രാം തൂക്കം വരുന്ന ഒരു കഷ്ണം ചേനയും തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കണം. നേന്ത്രക്കായ ഇതുപോലെ കുറച്ച് നീളത്തിലും ചേന ഇതുപോലെ സ്ക്വയർ ആയിട്ടുമാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് കാളൻ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രമോ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ട്രഡീഷണൽ രീതിയിൽ സദ്യയിൽ വിളമ്പുന്ന കാളനിൽ ഈ 2 പച്ചക്കറികളാണ് സാധാരണയായി ചേർക്കാറുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിലേതെങ്കിലും ഒന്നേ ഉള്ളുവെങ്കിലും അത് മാത്രം ചേർത്ത് നമുക്ക് കാളൻ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറവുള്ള ഉപ്പ് അവസാനം നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒപ്പം തന്നെ കറിക്ക് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് ചേർക്കുന്നത്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇതൊന്ന് വെന്തതിന് ശേഷം അധികമുള്ള വെള്ളം എല്ലാം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചാൽ മതിയാവും. വെള്ളമൊഴിച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് പച്ചക്കറികളെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടും വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ 10-12 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്ന് അടി പിടിക്കാതിരിക്കാനായി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. പച്ചക്കറികളൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒപ്പം തന്നെ ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒട്ടും തരിയില്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ പച്ചക്കറികളെല്ലാം വേവാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചേനയും കായും എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം കുഴഞ്ഞു പോവാതെ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു കിട്ടുന്ന പാകത്തിനുള്ള ഒരു വേവാണ് വേണ്ടത്. പച്ചക്കറികളെല്ലാം ഇതുപോലെ പാകത്തിനൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലെ അധികമുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച് തുറന്നു വെച്ച് അധികമുള്ള വെള്ളം എല്ലാം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം തുറന്നു വെച്ച് വേവിച്ച് ഇതിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ തേങ്ങ അരച്ച മിക്സി ജാറിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തൊന്ന് കറക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ തേങ്ങയുടെ പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി തേങ്ങയോടൊപ്പം നമ്മൾ ചേർത്ത വെള്ളം എല്ലാം ഒന്ന് വറ്റിക്കിട്ടാനായിട്ട് 2-3 മിനിറ്റ് തുറന്നു വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഏകദേശം 2 മിനിറ്റോളം തുറന്നു വെച്ച് വേവിച്ച് ഇതിലെ അധികമുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റി തേങ്ങയൊന്ന് വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ മീഡിയം പുളിയിലുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈര് മിക്സിയിലൊന്ന് അടിച്ച് കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പുളി കൂടിയ തൈരാണ് ചേർക്കുന്നതെങ്കിൽ അതനുസരിച്ച് കുറഞ്ഞ അളവിൽ ചേർത്താൽ മതിയാവും. കാളന് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരുപാട് പുളി കൂടിയ തൈര് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. തൈര് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാത്രത്തിന്റെ ചൂടിൽ തന്നെ തൈര് ആവശ്യത്തിനൊന്ന് വെന്ത് പാകമായി കിട്ടിക്കോളും. ഈ സമയം നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാളനിലേക്കൊന്ന് താളിക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിക്ക് നല്ലൊരു ഭംഗി കിട്ടാനായി ഒരു നുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് ഇത് നമുക്ക് കറിയിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർത്താൽ ഉടനെ തന്നെ ഇതിന്റെ മണവും രുചിയും നഷ്ടപ്പെടാതിരിക്കാനായി തവിയിട്ട് ഇളക്കാതെ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും വരെ നമുക്കിത് ഇതുപോലെ തന്നെ ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാളൻ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാളൻ ഉടനെ സെർവ് ചെയ്യാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏകദേശം ഒരു 10 മുതൽ 15 പേർക്ക് വരെയുള്ള സദ്യയിലേക്ക് ഈ ഒരളവിൽ കാളൻ തയ്യാറാക്കിയാൽ മതിയാവും. സദ്യ സ്പെഷ്യൽ കാളൻ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും ഈ വരുന്ന ഓണത്തിന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. മറ്റൊരു ഓണം സ്പെഷ്യൽ വിഭവമായി ഉടനെ കാണാം. താങ്ക്